ലോകം മുഴുവൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ വത്തിക്കാനിൽ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട ആഗോള കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 സ്ഥാനാരോഹണ ചടങ്ങുകളാണ് അല്പസമയത്തിനകം തന്നെ വത്തിക്കാനിൽ ആരംഭിക്കുക. ദൃശ്യങ്ങൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വത്തിക്കാനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. സെന്റ് പീറ്റേഴ്സ് ക്ഷേത്രത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 മാർപ്പാപ്പയായി അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി വാഴിക്കും. ഈ ചടങ്ങുകൾ അത് 2 മണിക്കൂറോളം നീളും. മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം അത് അധികാര ചിഹ്നങ്ങളായ മുക്കുവന്റെ മോതിരവും പാലിയവും അണിയിക്കലാണ്. സെന്റ് പീറ്റേഴ്സ് ക്ഷേത്രത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുക. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിലാണ് ചടങ്ങുകൾ ആരംഭിക്കുക. ബസിലിക്കയുടെ അടിയിലുള്ള വിശുദ്ധ പത്രോസിന്റെ ശവകുടീരം പൗരസ്ത്യ സഭകളിലെ പാത്രിയാർക്കീസുമാർക്കൊപ്പം മാർപ്പാപ്പ ആദ്യം സന്ദർശിക്കും. അവിടെ പ്രാർത്ഥന നടത്തും. അത് കഴിഞ്ഞ് റോമിലെ ബിഷപ്പ് ലിയോ 14 മാർപ്പാപ്പ ആദ്യ മാർപ്പാപ്പയായ പത്രോസും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ചടങ്ങാണിത്. അത് കഴിഞ്ഞ് 2 ഡീക്കന്മാർ പാലിയം, മുക്കുവന്റെ മോതിരം, ബൈബിൾ എന്നിവയേന്തി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന അൾത്താരയിലേക്ക് പോകും. ഇവിടെയാണ് ഈ പാലിയവും അതോടൊപ്പം തന്നെ മുക്കുവന്റെ മോതിരവും അണിക്കൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഒക്കെ നടക്കുക. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി ഔദ്യോഗികമായ ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കാൻ ബാക്കിയുള്ളൂ. എങ്ങനെയായിരിക്കും നടപടിക്രമങ്ങൾ, എത്രത്തോളം ആളുകൾ അമേരിക്കയിൽ നിന്നടക്കം അതോടൊപ്പം തന്നെ ലിയോ 14 കർമ്മമണ്ഡലമായ പെറുവിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ കാണാൻ വേണ്ടി. അവിടെ നിന്ന് മാധ്യമപ്രവർത്തകയായ ജോളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിശുദ്ധ കുർബാനയിൽ ലിയോ 14 പാപ്പ മുഖ്യ കാർമ്മികനാകും. ഗ്രീക്ക്, ലത്തീൻ ഭാഷകളിലുള്ള സുവിശേഷ വായനയ്ക്ക് ശേഷം സ്ഥാനാരോഹണ ചടങ്ങുകളുടെ പ്രധാന ഭാഗമായ സ്ഥാനീയ ചിഹ്നങ്ങൾ സ്വീകരിക്കുന്ന, അതായത് പാലിയവും മുദ്രമോതിരവും സ്വീകരിക്കുന്ന ചടങ്ങ് നടക്കും. റോമിന്റെ മെത്രാൻ കൂടിയായ മാർപ്പാപ്പ നല്ല ഇടയന്റെ ദൗത്യം സ്വീകരിക്കുന്നതിന്റെ സൂചകമായി പാലിയം അണിയും. തോളിലൂടെ ധരിക്കുന്ന പാലിയം ചെമ്മരിയാടിന്റെ രോമം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 6 കുരിശുകൾ ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. കർദിനാൾ ഡൊമിനിക് മമ്പേർട്ടിൽ നിന്നുമാണ് പാലിയം സ്വീകരിക്കുന്നത്. വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയുടെ പ്രതീകമായി മുക്കുവന്റെ മുദ്രമോതിരം കർദിനാൾ ലൂയിസ് താകളെ അണിയിക്കും. ദിവ്യബലിക്ക് ശേഷം ബസിലിക്കയിൽ വെച്ച് പാപ്പ വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പ്രതിനിധികളെ കാണുമെന്നും വത്തിക്കാൻ മീഡിയ അറിയിച്ചിട്ടുണ്ട്.